Hi everyone, welcome to Drug Media. ഏവർക്കും ഡ്രഗ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്ന മെഡിസിൻ്റെ പേരാണ് പ്രിയോറിൻ എൻ എന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെഡിസിൻ കൂടിയാണ് പ്രിയോറിൻ എൻ എന്നുള്ള ഈ ഒരു മെഡിസിൻ. ഇതിൻ്റെ ഉപയോഗം തന്നെ ഞാൻ ആദ്യം എടുത്ത് പറയാം. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മുടി വളരാൻ വേണ്ടിയിട്ടും അതുപോലെ ഇപ്പോൾ നമ്മളൊരു മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് പുതിയൊരു ഹെയർ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പുതിയൊരു മുടി ആ ഭാഗത്ത് വളർന്നു വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹെർബൽ കണ്ടൻ്റ് ആയിട്ടുള്ള ബെയർ എന്നുള്ള ലോകത്തെ തന്നെ ഏറ്റവും മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആയിട്ടുള്ള ബെയറിൻ്റെ ജർമ്മനി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബെയറിൻ്റെ പ്രൊഡക്റ്റ് കൂടിയാണ് ഈ പ്രിയോറിൻ എന്നുള്ള ഈ ക്യാപ്സൂൾ. ഇതിന് മറ്റൊരു ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടാതെ തന്നെ മുടി പൊട്ടിപ്പോകുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടാതെ തന്നെ നല്ല മികച്ചൊരു ആരോഗ്യമുള്ള നെയിൽ നഖം വളരാൻ വേണ്ടിയിട്ടുമാണ് ഈ മെഡിസിൻ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് ഫാർമസികളിൽ ലഭ്യമാണ്. എന്നാൽ പോലും ഞാൻ ഇത് മേടിച്ചിട്ടുള്ളത് ന്യൂൺ എന്നുള്ള UA ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഏകദേശം ഇതിൻ്റെ റേറ്റ് വരുന്നത് 299 ദിർഹം വരുന്നുണ്ട്. ഇന്ത്യൻ റേറ്റിലാണെങ്കിൽ ഏകദേശം ഒരു 5000 രൂപ ആ കാറ്റഗറിയിലാവും ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഒരു ബോട്ടിലകത്ത് 90 ക്യാപ്സൂളാണ് അടങ്ങിയിട്ടുള്ളത്. സോ ഞാൻ ഈ മെഡിസിനെ കുറിച്ച് പറയാൻ പോകുന്നത് ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പോസിറ്റീവായിട്ടുള്ള കാര്യം എടുത്ത് പറയുന്നത് ഹെർബൽ കണ്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. രണ്ടാമത് പോസിറ്റീവ് എടുത്ത് പറയേണ്ടത് ലോകത്തിലെ ഏറ്റവും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയാവുന്ന ബെയർ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ പ്രോഡക്റ്റ് കൂടിയാണ് ഈ പ്രിയോറിൻ എൻ എന്നുള്ള ക്യാപ്സൂൾ. ഇവരുടെ തന്നെ ഷാംപൂ എല്ലാ മാർക്കറ്റിൽ ലഭ്യമാണ്. ഈ പ്രിയോറിൻ ക്യാപ്സൂൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ ഷാമ്പൂ കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വിത്തിൻ 45 ഡേയ്സിനുള്ളിൽ നമുക്ക് ലഭ്യമാവുന്നതാണ്. ഇപ്പോൾ ഒരു ബോട്ടിൽ 90 ക്യാപ്സൂളുണ്ട്. അത് 2 നേരം കഴിക്കാനാണ് ഇവർ സജസ്റ്റ് ചെയ്യുന്നത്. അത്രത്തോളം പ്രോബ്ലം ഉള്ള ആൾക്കാർ 3 നേരം കഴിക്കാം. നോർമൽ അഡൾട്ട് ആൾക്കാർ രാവിലെ വരണം, രാത്രി വരണം. ഒരു വാം വാട്ടറിൽ നന്നായിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം നന്നായിട്ട് വെള്ളത്തോടൊപ്പമാണ് ഇത് കഴിക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ 90 ക്യാപ്സൂൾ 45 ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം. സോ നമുക്കിതിൻ്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനത് തുറന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് ഈ പ്രിയോറിൻ ക്യാപ്സൂൾ എന്നുള്ളത്. ഇതാണ് ഈ പ്രിയോറിൻ ക്യാപ്സൂൾ. ഇതൊരു ബ്രൗൺ കളറിലാണ്. അത്യാവശ്യം ഒരു 1.5 സെൻറ്റിമീറ്ററോളം ലെങ്ത്ത് വലിപ്പമുണ്ട് ക്യാപ്സൂളും. ബട്ട് സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂളിൻ്റെ മോഡലാണ് സംഭവം. നമുക്ക് സോളോ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി മേടിച്ചിട്ടുള്ളതാണിത്. ഏകദേശം ഒരു 5000 ഇന്ത്യൻ മാർക്കറ്റിൽ ആ എമൗണ്ടോളം വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലീഫ്ലെറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ ഡീപ്പായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് എങ്കിൽ പോലും നമുക്ക് ഡീപ്പായിട്ട് പബ്ലിക്കിന് വേണ്ടി പറയുമ്പോൾ ഡീപ്പായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയേണ്ടതല്ലേ. സോ ഇതിനകത്ത് ഫസ്റ്റിന് എടുത്ത് പറയേണ്ടത് നമുക്ക് പ്രിയോറിൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം. ഞാൻ മുമ്പ് പറഞ്ഞു, ഇത് മുടി വളരാൻ വേണ്ടിയിട്ടും ഹെയർ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിനകത്തുള്ള കണ്ടൻറ്റും കൂടി പറയാം എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്ന്. ഒരു ക്യാപ്സൂളിനകത്ത് അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റാണ് ഞാൻ പറയുന്നത്. ഓരോ ക്യാപ്സൂളിനകത്ത് ഒന്ന് ഫസ്റ്റ് എടുത്ത് പറയുന്നത് മില്ലറ്റ് എക്സ്ട്രാക്റ്റ് അടങ്ങിയിട്ടുണ്ട് 140 മില്ലിഗ്രാം. കൂടാതെ തന്നെ വീറ്റ് ജെയിം ഓയിൽ 271 മില്ലിഗ്രാം. കൂടാതെ തന്നെ സിസ്റ്റൈൻ 2 മില്ലിഗ്രാം. അതും കൂടാതെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടങ്ങിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് കാൽസ്യം പന്തോണനേറ്റ് 10 മില്ലിഗ്രാം. അതും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസസ് ആണ്. അതായത് ഹെർബൽ കണ്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. പ്രകൃതിയിൽ നിന്ന് ലഭ്യമാവുന്നതാണ്. അത് കാരണത്തുള്ള യാതൊരുവിധ ടെൻഷനോ ദോഷഫലങ്ങളോ നമുക്കിതിന് വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അതെല്ലാം വീണ്ടും പറയുന്നതാണ്. ഇനി ഇതിനകത്ത് നമുക്ക് എടുത്ത് പറയേണ്ട കാര്യം ഇത് എങ്ങനെയാണ് ശരീരത്തിന് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ മുടിക്ക് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അടങ്ങിയുള്ള കാൽസ്യം പന്തോണേറ്റ് ഇത് ബോഡിനകത്തോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പന്തോണിക് ആസിഡായി മാറുകയും അതിനുശേഷം ഇത് വൈറ്റമിനുമായിട്ട് നമ്മുടെ അതാണ് നമ്മുടെ ശരീരത്തിൽ അടങ്ങിയുള്ള മറ്റ് വൈറ്റമിൻസുമായിട്ട് ഇത് കൊളാബറേറ്റ് ചെയ്തിട്ട് നമ്മുടെ മുടി വളരാൻ വേണ്ടി സ്കാൽപ്പിനകത്ത് മുടി വളരാൻ വേണ്ടി സഹായിക്കുന്നു. അതേ പർപ്പസ് തന്നെയാണ് നെയിലും നഖം വളരാൻ വേണ്ടിയിട്ടും നഖത്തിന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നഖം വളരാൻ വേണ്ടിയിട്ടും ഇത് ഉപകാരപ്പെടുന്നത്. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ഈ ബോട്ടിൽ കാണുന്നത് പോലെ തന്നെ മുടി വളരാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. റീസ്റ്റോർ. ഫോർ എക്സാമ്പിൾ കഷണ്ടിയുള്ള ആൾക്കാർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും മുടി വളരാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം
മുടി കൊഴിയാൻ പലവിധ കാരണങ്ങളുണ്ട്. ജനറ്റിക് ആയിട്ടുണ്ടാവും. നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാത്തൊരവസ്ഥ വരുമ്പോൾ ഡാൻഡ്രഫ് എല്ലാം വന്നിട്ട് മുടി കൊഴിയാൻ കാരണമാകുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ മുടിയെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി സ്കാൽപ്പൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ക്യാപ്സൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഇനി ഈ പ്രിയോറിൻ എന്ന ഈ ക്യാപ്സൂൾ എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് സാധാരണ ഇതിനകത്ത് ഇവരെടുത്ത് പറയുന്നത് അഡൾട്ട് അവർക്ക് 2 മുതൽ 3 ക്യാപ്സൂൾ, അതായത് 8 മണിക്കൂർ ഗ്യാപ്പ് വിട്ട് ഒരു ക്യാപ്സൂൾ കഴിക്കാം. അല്ലെങ്കിൽ 2 ക്യാപ്സൂൾ, അതായത് കാലത്ത് വരണം രാത്രി വരണം 12 മണിക്കൂർ ഗ്യാപ്പ് വിട്ടും നമുക്ക് വെള്ളത്തോടൊപ്പം നന്നായിട്ട് ഭക്ഷണം കഴിച്ച് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കാണെങ്കിൽ 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ദിവസം 1 ക്യാപ്സൂൾ എന്ന നിലയിലും കഴിക്കാനും ഇവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് മാക്സിമം 3 to 6 മന്ത് 3 മുതൽ 6 മാസം വരെയാണ് ഇതിൻ്റെ മാക്സിമം ഡോസേജ്. അതിലപ്പുറം ഒരിക്കലും കഴിക്കാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് റിസൾട്ട് ലഭ്യമായാലും ഇല്ലെങ്കിൽ പോലും മാക്സിമം പോയി കഴിഞ്ഞാൽ 3 മുതൽ 6 മാസം അതുവരെ നിങ്ങൾക്ക് കഴിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഈ മെഡിസിനകത്ത് എടുത്ത് പറയേണ്ട മറ്റു കാര്യങ്ങൾ, ഈ മെഡിസിൻ കഴിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിലുള്ള അലർജി റിയാക്ഷൻ പാസ്റ്റായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഐ മീൻ മുമ്പ് എല്ലാ അലർജി റിയാക്ഷൻ മറ്റു ക്യാപ്സൂളും മരുന്ന് കഴിക്കുമ്പോൾ അലർജി റിയാക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്ക് കഴിക്കാൻ പാടില്ല. പിന്നെ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കേഷന് നമ്മൾ ഈ ഹെയറിൻ്റെ പർപ്പസിന് വേണ്ടി കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടുള്ളതല്ല. സോ ഇതാണ് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇത് നമുക്ക് ഡ്യൂറിൻ പ്രഗ്നൻസി അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്ത് നമുക്ക് പ്രിയോറിൻ എടുത്ത് കഴിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഇതിനകത്ത് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് കഴിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ പ്രഗ്നൻസിൻ്റെ സമയത്തും കഴിക്കാൻ പാടില്ല. എന്നാൽ പോലും യാതൊരുവിധ ദോഷഫലങ്ങളും എവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും ഇവർ സജസ്റ്റ് ചെയ്യുന്നത് കഴിക്കേണ്ട എന്നുള്ളതാണ്. അങ്ങനെ കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ വിത്ത് ഡോക്ടറുടെ നിർദ്ദേശവും കൂടാതെ തന്നെ ഫാർമസിസ്റ്റിൻ്റെ നിർദ്ദേശവും അനിവാര്യമാണ്. ഇനി നമുക്കിതിൻ്റെ സൈഡ് എഫക്ട്സ് നോക്കാം. ഇതിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലസ് പോയിൻ്റ് ഇതാണ്, നോ സൈഡ് എഫക്റ്റ് ഹാവ് ബീൻ എൻകൗണ്ടേർഡ് സോ ഫാർ വൈൽ യൂസിങ് പ്രിയോറിൻ. അതായത് ഇത്ര നാൾ പ്രിയോറിൻ യൂസ് ചെയ്ത ആർക്കും യാതൊരുവിധ സൈഡ് എഫക്റ്റും എവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവരെടുത്ത് പറയുന്നത്. ഇപ്പോൾ ഏത് തരത്തിലുള്ള സൈഡ് എഫക്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ പോയി കാണണം എന്ന് അവരെടുത്ത് പറയുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി മെഡിസിൻ കീപ്പ് ചെയ്യേണ്ടത് 15 മുതൽ 25 ഡിഗ്രി തണവുള്ള സ്ഥലത്താണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്, കുട്ടികൾക്ക് കിട്ടാത്തൊരു സ്ഥലത്ത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് ഹെർബൽ കണ്ടൻ്റ് ആയിട്ടുള്ളൊരു മെഡിസിനാണ്. മുടി വളരെ നല്ല ഉപകാരപ്പെടുന്നൊരു മെഡിസിനാണ്. അങ്ങനെ എല്ലാവരും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ആണ് ഈ മെഡിസിനെ കുറിച്ച് പറയുന്നത്. ഇതിന് ട്രസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിനായിട്ട് കമ്പനിയെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം, കാരണം അത് ബെയറിൻ്റെ ആണ്. രണ്ടാമത്തെ അത് വേൾഡിലെ ഏറ്റവും നല്ല ക്വാളിറ്റി അടങ്ങിയിട്ടുള്ള കെമിക്കൽ കണ്ടൻറ്റ് അതല്ല ഹെർബൽ കണ്ടൻ്റാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ദോഷഫലങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ട് എടുത്ത് പറയേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, സംഭവം ഇത്തിരി കോസ്റ്റ്ലിയാണ്. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അത്രത്തോളം എമൗണ്ട് കാരണം 45 ദിവസത്തിന് തന്നെ ഏകദേശം 299 ദിർഹം ഇതിൻ്റെ എമൗണ്ട് വരുന്നുണ്ട്. 299 ദിർഹം എന്ന് പറഞ്ഞാൽ എറൗണ്ട് നാട്ടിലെ ഒരു, എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ 299 DH ഇൻ INR ഏകദേശം നാട്ടിൽ 5781 രൂപ, ഏകദേശം 6000 രൂപ ഒരു ബോട്ടിൽ തന്നെ വരുന്നുണ്ട്. പക്ഷേ നൂൺ വഴി ഞാൻ അത് മേടിച്ച് കഴിഞ്ഞപ്പോൾ 1+1 എനിക്ക് ഓഫർ കിട്ടിയിട്ടുണ്ട്. അതായത് 299 രൂപക്ക് 2 ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. സാധാരണ സിംഗിൾ പീസിന് വരുന്ന റേറ്റാണ് 299. ഈ പ്രൊഡക്റ്റ് ആമസോണിലും ലഭ്യമാണ് എന്നാണ് തോന്നുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇഷ്ടപ്പെട്ട ഈ ഹെയറുമായിട്ട് മുടി വളരാൻ താല്പര്യമുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. സോ താങ്ക് യു.